ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്നത്തെ പ്രധാന കറൻറ്റ് അഫയേഴ്സിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, പശ്ചിമഘട്ടം ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഇന്ത്യയിലുള്ള 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ വരുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് കേരളമാണ്, രണ്ടാമത്തത് തമിഴ്നാടാണ്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. രണ്ടാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതി വയനാട്ടിൽ മരണപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് എങ്ങനെ? ഈ അടുത്ത് നമ്മുടെ വയനാട്ടിലുണ്ടായ വലിയ ദുരന്തത്തിൽ ജീവിതവും സമ്പത്തും സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരോട് ഐക്യദാർഢ്യപ്പെട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ഫുൾ കോർട്ട് റെഫറൻസ് എന്നാണ്. ഫുൾ കോർട്ട് റെഫറൻസ്. മൂന്നാമത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ പരീക്ഷണ ഓട്ടം നടത്തുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഈ പരീക്ഷണം നടത്തുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈ മുതൽ തമിഴ്നാട്ടിൽ തന്നെയുള്ള കാട്ട്പാടിയിലേക്കാണ്. കാട്ട്പാടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ബിസിയസ്റ്റ് ആയിട്ടുള്ള തിരക്ക് കൂടിയ ഒരു റെയിൽവേ ജംഗ്ഷനാണ്. ചെന്നൈ മുതൽ കാട്ട്പാടി വരെയാണ് ഈ പരീക്ഷണോട്ടം നടത്തുന്നത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 77ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായി 1947 രൂപ മുതൽ എയർ ടിക്കറ്റ് നൽകാൻ തീരുമാനിച്ച വിമാന കമ്പനി ഏതെന്നാണ്? അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്. അഞ്ചാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ ചെങ്കോട്ടക്കടുത്ത് പ്രവർത്തിക്കുന്ന കുറ്റാലം കൊട്ടാരം ആരുടെ ഉടമസ്ഥതയിലാണ്? ഇത് കുറ്റാലം കൊട്ടാരം ഉടമസ്ഥതയിൽ കൈകാര്യം ചെയ്യുന്നത് കേരളമാണ്. കേരള സർക്കാരാണ്. കേരള ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉടമക്കാർ. കേരള സർക്കാർ. അടുത്ത ചോദ്യം, കേരളത്തിന് ആവശ്യമായ നിയമോപദേശം നൽകുന്ന കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. അടുത്ത ചോദ്യം, BCCIയുമായുള്ള ഒത്തുതീർപ്പിൽ പാപ്പരത്ത നടപടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇന്ത്യൻ കമ്പനി ഏതെന്നാണ്? BCCI എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, അതാണ് BCCIയുടെ ഫുൾ ഫോം. അത് ബൈജൂസ് ആണ്. ബൈജൂസ് എന്ന കമ്പനിയാണ് ഈ പാപ്പരത്ത നടപടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കമ്പനി. എട്ടാമത്തെ ചോദ്യം, 2024 ലോക ബാങ്കിൻ്റെ വികസന റിപ്പോർട്ട് പ്രകാരം വികസിത രാജ്യത്തെ ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം എത്രയായിരിക്കണം? അത് 15 ലക്ഷം രൂപയാണ് ആയിരിക്കേണ്ടത്. 15 lakh rupees. ഒമ്പതാമത്തെ ചോദ്യം, പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുത്ത മലയാളി ആരാണ്? KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ പാർലമെൻറ്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുത്ത മലയാളി. പരിസ്ഥിതി ലോല പ്രദേശമായി ശുപാർശ ചെയ്ത വിജ്ഞാപനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കേരളത്തിലെ 2 ജില്ലകൾ ഏതെല്ലാം? കേരളത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 2 ജില്ലകളുണ്ട്. ആലപ്പുഴ, അതുപോലെ കാസർഗോഡ്. ഈ 2 ജില്ലകൾ ഒഴികെ ബാക്കി മുഴുവൻ ജില്ലകളും 12 ജില്ലകളും
പരിസ്ഥിതി ലോല പ്രദേശമായി ശുപാർശ ചെയ്യപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്? ഓക്കെ, ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ